ഹലോ എവ്രി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. നമ്മൾ ഇന്ന് ഒരാളുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ വന്നേക്കാണ്. വലിയ സർപ്രൈസ് ഒന്നുമല്ല. ഞാൻ വിജയ മിസ്സിൻ്റെ വീടിൻ്റെ മുമ്പിലാണുള്ളത്. അപ്പം മിസ്സിനോട് ഇന്ന് ഞാൻ ഇവിടെ വരുന്നുണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. വേറൊരു ആവശ്യത്തിന് ഉച്ചയാകുമ്പോഴത്തേനും വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മിസ്സിനെയും കൂട്ടി പോകാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പക്ഷേ രാവിലെ ഇവിടെ വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പറയാതെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. മിസ്സിൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. പോയി നോക്കാം. ഡോറൊക്കെ ഇറങ്ങി കിടപ്പുണ്ട്. കുറ്റിയിട്ടിട്ടില്ല, നോക്കട്ടെ. പാട്ടൊക്കെ പാടുന്നുണ്ട്. നോക്കട്ടെ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. ഇങ്ങോട്ട് ഇറങ്ങിയോ? അയ്യോ, എനിക്ക് വയ്യ. പറ്റിച്ചല്ലേ? താമസിച്ചില്ല. ഞാൻ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ വന്നായിരുന്നു. രാവിലെ ഡോക്ടറുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചപ്പോ അയ്യോ, മതി. കൂടെ പാടണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ, ഹാപ്പി ബർത്ത്ഡേ, മേ ഗോഡ് ബ്ലെസ് യു. അതും പറയണം. മേ ഗോഡ് ബ്ലെസ് യു. മനപ്പൂർ ഊണ് തരാതിരിക്കാൻ ഇത്ര വലിയ കഷ്ണം തന്നത്. കടിച്ചു അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ. ഓക്കെ, ആദ്യം കൊടുക്കേണ്ട ബർത്ത്ഡേ ഗിഫ്റ്റ് എൻ്റെ കുഞ്ഞ് ഇന്ന് രാവിലെ സ്കൂളിൽ പോകാൻ ഇറങ്ങുന്ന ആ സമയത്ത്, കൃത്യസമയത്ത് അപ്പോഴാണ് അറിയുന്നത് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു സർപ്രൈസ് ആക്കുന്നുണ്ടെന്നൊക്കെ അവൾ അറിയുന്നത്. കാരണം ഇല്ലെങ്കിൽ മിസ് വിളിക്കുന്ന സമയത്ത് മിക്കവാറും അവൾ വിളമ്പി കൊടുക്കും, അമ്മ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ മുറ്റത്ത് നിന്ന് ഒരു പൂവ് വിജയ മിസ്സിന് കൊടുക്കണം, ഹാപ്പി ബർത്ത്ഡേ പറയണമെന്ന് പറഞ്ഞു. അതിലും എന്ന് പറയുന്നതാ തന്നെ സിസേഴ്സ് ഒക്കെ എടുത്ത് മുറിച്ചിട്ട് അമ്മ ഈ ചോക്ലേറ്റ് ഇവിടെ ഒട്ടിക്കണം, സ്റ്റേപ്പിൾ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്ത് മിസ്സിന് തന്നതായിരുന്നു കേട്ടോ. അതിനകത്തുണ്ട് ഡയലോഗ് ഉണ്ട്, വിജയ മിസ് ലവ് ഫ്രം ദിയ. അകത്തുണ്ട് അകത്ത് പടമൊക്കെ വരച്ച് വിജയ മിസ് ഉണ്ട്. സത്യം അവള് ഭയങ്കര ഇതായിട്ട് രാവിലെ പോണതിന് മുമ്പ് ധൃതി പിടിച്ച് ചെയ്ത് തന്നാണ്. അതിനകത്തുണ്ട് ഐ ലവ് യു വിജയ മിസ് ദിയ, എന്റെ കുഞ്ഞിന്റെ. അതെ, ദിയ ഉണ്ട്, വിജയ മിസ്സും ഉണ്ട് അതിനകത്ത്. ഇനി കഴിച്ചു. ഇനി ഇത് പിടിക്കാം, ഇതവിടെ നിക്കട്ടെ. ആ, ഇത് നീ തുറക്കാം. അതവിടെ വെക്ക്. ഇത് തുറക്കൂ. അടിയിലൊരു സാധനം ഉള്ളതുകൊണ്ട് അതിന് പ്രസ്സിങ് കുറവിലായിരിക്കുന്നത്. ഡോക്ടർക്ക് തുറക്ക്. അതുമില്ല, ഇനിയും തുറക്ക, ഇനിയും പൊക്ക. ഞാൻ ഇനി എടുക്ക.
ഇനി എടുക്കോ അതെടുക്കോ പുറത്തെടുക്കോ എടുക്കുന്നത് തുറന്നെടുക്ക എടുക്ക ഇനി അത് തുറക്ക എനിക്ക് സങ്കടവും കരച്ചിലും ഒക്കെ ഇപ്പൊ വരും. തുറക്ക എടുക്ക പുറത്തെടുക്ക കമത്തിയാ മതി. വലിച്ചു കീറുകയാണ്. എന്റെ പുറത്ത് എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഹാപ്പി ലോങ് ഇയേഴ്സ്. അതെ ഹാപ്പി ലോങ് ഇയേഴ്സ്. പുറത്തെടുക്ക കയ്യിലെടുക്ക കമത്തിക്കോ താഴെ ഇടരുത് കമത്തി. എന്തിനാ കൊച്ചു ലവ് യു. പോയി കയ്യിന്ന് പോയി മൊത്തം പോയി. എല്ലാവരും സത്യം എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഓണത്തിന്റെ വീഡിയോ കണ്ടപ്പം പറഞ്ഞ കാര്യം പോയി. ഓണത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ചേച്ചിയാണോ എന്നത്. കാരണം മൂത്ത ചേച്ചിക്ക് ഏകദേശം ഇത്ര ഹൈറ്റേ ഉള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ചേച്ചിമാരുടെ കൂടെ ഒരാളും കൂടെ, അത്രയേ ഉള്ളൂ. അതെപ്പോഴും അങ്ങനെയാണ്. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെയാണ് എപ്പോഴും. അപ്പം എന്നിട്ട് കാണണം എനിക്ക്. ഞാനിപ്പോൾ അത് മിസ്സിനെ ഒന്ന് ഇടിയിച്ചിട്ടുണ്ട്, ഇട്ട് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും നല്ല മുഖത്തിന് ഇണങ്ങി എടുപ്പുണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മേടിച്ചപ്പോഴത്തേന് നല്ലോണം ഇണങ്ങുന്നുണ്ട്. അപ്പം എന്നും ഇരിക്കട്ടെ കേട്ടോ, എല്ലാ വർഷവും ഇതുപോലെ. അപ്പൊ ഞങ്ങൾ കേക്ക് കെട്ടിയത് ഈ കമ്പനി ഞൂരുണ്ട് കേട്ടോ. അതെ, അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനി ഫുഡ് കഴിക്കാൻ അമ്മാസിലാണ്. ഓക്കെ, ആണോ? താങ്ക് യു. ദേശീയ പക്ഷിയുടെ കവിതകൾ വരുന്നുണ്ട്. പാട്. അതെ പാട്, ഞങ്ങളും കൂടെ കേക്കട്ടെ. സത്യം. അതെ അതെ. കേക്ക് തിന്നോ? അല്ല, ഇൻവിസിബിൾ ആയിട്ട് വന്ന് കേക്ക് കഴിക്കുമെന്ന്. രാശേണ്ണ അവിടെ വീഡിയോ എടുക്കണോ? അതൊക്കെ ഞങ്ങൾ വീഡിയോക്കകത്ത് വരും. ലോകം മുഴുവൻ അറിയും. ലോകം മുഴുവൻ വീഡിയോക്കകത്ത് വരും. അപ്പൊ എല്ലാരും കരച്ചിട്ടേക്ക് അടച്ചു വെക്കും. ഇൻവിസിബിൾ ആയിട്ട് കൂട്ടാൻ ചെട്ടിന്നെടുത്ത് കഴിച്ചാണ്. എല്ലാവരും ഇത് കേട്ട് ലോകം മുഴുവനുള്ള ആളുകൾ പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നാലോ. അതെ, ഞങ്ങളുടെ ആസ്ട്രോളജർ കം ഹീലർ ആണ്. എന്റെ കഴുത്തിൽ കിടക്കുന്നതൊക്കെ ചേച്ചി. ഞാൻ ആദ്യം മാം എന്ന് പറഞ്ഞിട്ടായിരിക്കും എല്ലാവരും കേട്ടിട്ടുണ്ടാവുക. പക്ഷെ മാം അല്ല, ഇപ്പൊ ചേച്ചിയായി. അത്രയും ഞങ്ങൾ എന്താ പറയാ, ഇപ്പൊ ഈ വിളിക്കുന്നതിന് തന്നെ അറിയാലോ. അതെ അതെ സത്യം. നമ്മളെ പറയുന്ന ദേശാടന
ഞങ്ങൾ കഴിക്കാൻ പോവാണ്, വരുന്നുണ്ടോ? അതെ അമ്മാസിൽ വിളിച്ച് ലഞ്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലൈഫ് ലോങ് മെമ്പർഷിപ്പ് ആണല്ലോ. വിളിച്ചു പറഞ്ഞു വെച്ചിട്ടുണ്ട് ലഞ്ച് എടുത്തു വെക്കണമെന്ന്. അപ്പം ബർത്ത്ഡേ ബേബി ആണല്ലേ. എന്നാ പാറു ഓക്കെ താങ്ക് യു. ആ ഓക്കെ അടിച്ചു വിളിക്കാം. അതെ വള്ളത്തിൽ പോണം. നെഹ്റു ട്രോഫിക്കാണോ? അതെ അതെ കാണാം, വിളിക്കാം.